ഈ അടുത്ത കാലത്തായി ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ കേരളത്തിലെ ആദ്യ ടെലി റോബോട്ടിക് യൂറോളജി ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയെന്നായിരുന്നു ആ വാർത്ത. കൊല്ലം സ്വദേശിയായ 70 വയസ്സുള്ള ഒരാളാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് അവിടെ വിധേയനായത്. ഇതേക്കുറിച്ച് പറയാൻ കാരണം, ഇന്ന് ലോകത്തെവിടെ ഇരുന്നു കൊണ്ടും ഒരു സർജന്, ഒരു ഡോക്ടർക്ക് ഏതൊരു ഗ്രാമത്തിലെയും രോഗിയെ അവരുടെ തൊട്ടടുത്തുള്ള ഈ സംവിധാനമുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് റോബോട്ടിക് സർജറി നടത്താൻ കഴിയും എന്നതാണ്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ അഡ്മിറ്റായ കൊല്ലം സ്വദേശിയായ ഈ വ്യക്തിയിൽ ഈ സർജറി ചെയ്തത് 1500 കിലോമീറ്റർ അകലെ ഗുജറാത്തിലെ വാപിയിലുള്ള മെറിൻ അക്കാദമിയിൽ ഇരുന്നു കൊണ്ടാണ്. 2 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് പൂർണ്ണമായും നിയന്ത്രിച്ചത്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന അത്യാധുനിക ശസ്ത്രക്രിയയായ റോബോട്ട് അസിസ്റ്റഡ് റാഡിക്കൽ പ്രോസ്റ്റേറ്റക്ടമി അഥവാ RARP എന്ന ശസ്ത്രക്രിയയാണ് ഈ വ്യക്തിയിൽ ചെയ്തത്. വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി വളരെ വേഗത്തിൽ സുഖം പ്രാപിക്കുകയും മികച്ച ആരോഗ്യാവസ്ഥ പ്രകടിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. സർജൻ ശസ്ത്രക്രിയാ സ്ഥലത്തെ നേരിട്ട് എത്താതെ തന്നെ രോഗികൾക്ക് ലോകോത്തര ശസ്ത്രക്രിയ സുരക്ഷിതമായി ലഭ്യമാക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമെന്നും സ്ഥലവും ദൂരവും ഇതിന് ഒരു തടസ്സമല്ലെന്നും ഈ ശസ്ത്രക്രിയ തെളിയിക്കുന്നു. ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തിരുന്നും വിദേശ രാജ്യങ്ങളിലിരുന്നും ഇത്തരം ശസ്ത്രക്രിയകൾ വിജയകരമായി നടത്തിയിട്ടുണ്ട്. റോബോട്ടിക് സർജറി എന്ന സംവിധാനത്തെയും അതിലൂടെ ഒരു സർജറി നടത്തുമ്പോഴുണ്ടാകുന്ന നേട്ടങ്ങളും ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഈ സർജറി ഉപയോഗിക്കാമെന്നും നോക്കാം. ഇനിയുള്ള കാലം ഇത്തരത്തിലുള്ള അത്യാധുനിക റോബോട്ടിക് ചികിത്സാ രീതികളുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തർക്കും ചെറിയ രീതിയിലെങ്കിലും ഇക്കാര്യത്തിൽ ഒരു അറിവുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന എഞ്ചിനീയറിംഗും സയൻസ് വിഭാഗങ്ങളുടെയും ഒരു അന്തർദേശീയ ശാഖയാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. റോബോട്ടിക് സർജറി എന്നാൽ റോബോട്ടിന്റെ സഹായത്തോടെ ശസ്ത്രക്രിയ നടത്തുന്ന അത്യാധുനിക ശസ്ത്രക്രിയ അഥവാ സർജറി രീതിയാണ്. ഇവിടെ റോബോട്ട് സ്വയം ശസ്ത്രക്രിയ ചെയ്യുന്നതല്ല. ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർ, അതായത് സർജൻ, ഒരു പ്രത്യേക കൺസോളിൽ ഇരുന്ന് റോബോട്ടിക് ഉപകരണങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. റോബോട്ട് സ്വയം തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല. ഓരോ ചലനവും പൂർണ്ണമായും സർജന്റെ നിയന്ത്രണത്തിലാണ്. റോബോട്ടിക് സർജറിയുടെ പ്രധാന ഗുണങ്ങളായി പറയുന്നത് ചെറിയ മുറിവുകൾ മാത്രം മതി ഈ ശസ്ത്രക്രിയ നടത്താൻ എന്നതാണ്. അങ്ങനെ രോഗിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ മുറിവിലൂടെ ക്യാമറയും പ്രത്യേക ശസ്ത്രക്രിയാ ഉപകരണങ്ങളും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. 3D HD ക്യാമറകളുടെ സഹായത്തോടെ ശരീരത്തിന്റെ ഉള്ളിലെ ഭാഗങ്ങൾ വലുതായും വ്യക്തമായും കാണാൻ സാധിക്കുന്നു. സർജറി ചെയ്യുന്ന ഡോക്ടറിന്റെ കൈകളുടെ ചലനങ്ങളെ റോബോട്ടിക് കൈകൾ അതീവ കൃത്യതയോടെ അനുകരിക്കുന്നു. ഇത്തരത്തിൽ ചെറിയ മുറിവിലൂടെ ഈ ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുന്നതിലൂടെ രോഗിയിൽ രക്തസ്രാവവും വേദനയും കുറവായിരിക്കും. മാത്രമല്ല, അണുബാധയ്ക്കുള്ള സാധ്യതയും കുറയും. കൂടാതെ കൂടുതൽ ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വരില്ല. രോഗിക്ക് വളരെ വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനും സാധിക്കും. റോബോട്ടിക് സർജറി എന്നത് സർജന്റെ, അതായത് ഒരു ഡോക്ടറുടെ കഴിവിനെ കൂടുതൽ കൃത്യതയോടെയും സുരക്ഷിതമായും പ്രയോഗിക്കാൻ സഹായിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ്. കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ നടന്ന ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് യൂറോ ഓങ്കോളജി ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജറി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ TA കിഷോർ ആണ്. ഭാവിയിൽ ഇതിന്റെ സാധ്യതകൾ വളരെ വലുതാണെന്നും ഡോക്ടർ കിഷോർ പറയുന്നു. ഇത്തരത്തിലുള്ള റോബോട്ടിക് സർജറി സാധാരണ ചെയ്യുന്നത് യൂറോളജി, അതായത് പ്രോസ്റ്റേറ്റ്, വൃക്ക സംബന്ധിച്ചുള്ള സർജറി, കൂടാതെ ഗൈനക്കോളജി, അതായത് ഗർഭാശയം, അണ്ഡാശയം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർജറി, ജനറൽ സർജറി, ഹൃദയ ശസ്ത്രക്രിയ, ക്യാൻസർ ശസ്ത്രക്രിയ, കൊളോറെക്ടൽ സർജറി തുടങ്ങിയവയാണ്. റോബോട്ടിക് സർജറിയുടെ ഒരു പരിമിതിയായി പറയാവുന്നത് എല്ലാ ആശുപത്രികളിലും ഈ സൗകര്യം ലഭ്യമല്ല എന്നതും പരിചയസമ്പന്നനായ സർജന്റെ സേവനം ആവശ്യമാണ് എന്നതും ചെലവ് സാധാരണ ശസ്ത്രക്രിയയേക്കാൾ കൂടുതലാണ് എന്നതുമാണ്. സർജന്റെ കഴിവിനെ കൂടുതൽ കൃത്യതയോടെയും സുരക്ഷിതമായും പ്രയോഗിക്കാൻ സഹായിക്കുന്ന ഒന്നായി റോബോട്ടിക് സർജറി എന്ന ഈ ആധുനിക സാങ്കേതിക വിദ്യയെ കാണാം. മെഡിക്കൽ രംഗത്തെ വലിയ വഴിത്തിരിവാണ് ഇത്തരത്തിലുള്ള ഓരോ അപ്ഡേറ്റുകളും. ഇതൊക്കെയാണെങ്കിലും ശസ്ത്രക്രിയ നടക്കുന്നതിനിടെ ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കപ്പെടുകയോ വേഗത കുറയുകയോ ചെയ്താൽ അത് രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയാകും. ഇവിടെ ഒരു ബാക്കപ്പ് സിസ്റ്റം അനിവാര്യമാണ്. കൂടാതെ റോബോട്ടിക് സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെടുകയോ വിദൂര കൺസോളിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്യുന്നത് ഒഴിവാക്കാൻ ഏറ്റവും ഉയർന്ന സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതുണ്ട്. വിദൂരത്തിലിരുന്നുകൊണ്ട് സർജറി നടത്തുന്ന ഈ ടെലി റോബോട്ടിക് സർജറിക്ക് ഉപയോഗിക്കുന്ന റോബോട്ടിക് സിസ്റ്റങ്ങൾ വളരെ ഉയർന്ന വിലയുള്ളതാണ്. കൂടാതെ അതിനുള്ള മെയിൻ്റനൻസ് ചെലവുകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി കാണേണ്ട ഒന്നു തന്നെയാണ് റോബോട്ടിക് സർജറി. വരും കാലങ്ങളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ സംവിധാനം എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.